ഹോർമുസ് കടലിടുക്കിൽ ഇന്ത്യൻ പതാകയേന്തിയ 2 കൊമേഴ്ഷ്യൽ ഷിപ്സിന് നേരെ ഇറാനിയൻ ഗൺ ബോട്ടുകൾ വെടിയുതിർത്തു. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് വീണ്ടും തുറക്കാനുള്ള ഇറാൻ തീരുമാനം പിൻവലിച്ചതിന് തൊട്ടു പിന്നാലെയാണ് സംഭവം. ആദ്യം ഒന്ന് തുറന്നു എന്ന് പറഞ്ഞു, പിന്നീടാണ് ആ തീരുമാനം മാറ്റിയത്. അതിനുശേഷം ആണ് ഇത്തരത്തിൽ ഇന്ത്യൻ ഷിപ്സിന് നേരെ അറ്റാക്ക് ഉണ്ടായിരിക്കുന്നത്. ഇതിലുൾപ്പെട്ട 2 കപ്പലുകൾ സൻമാർ ഹെറാൾഡ് ഒന്നാമത്തെ കപ്പൽ, അത് ഒരു എണ്ണ ടാങ്കറാണ്. ഏകദേശം 2 ദശലക്ഷം ബാരൽ ഇറാഖി അസംസ്കൃത എണ്ണ ഇതിലുണ്ടായിരുന്നു. രണ്ടാമത്തെ കപ്പൽ ജാഗ് അർന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോയുമായി ബന്ധമുള്ള ഗൺ ബോട്ടുകൾ അതിവേഗത്തിൽ ഈ കപ്പലുകളെ സമീപിച്ചതായും യാതൊരു വിധത്തിലുള്ള മുന്നറിയിപ്പുകളോ അല്ലെങ്കിൽ വേറെ ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ ഈ കപ്പലുകളുടെ ഭാഗത്തു നിന്ന് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാതെ തന്നെ വെടിയുതിർത്തതുമായിട്ടാണ് റിപ്പോർട്ടുകൾ. ആളുകൾക്ക് പരിക്കുകളോ കപ്പലുകൾക്ക് കാര്യമായ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 2 കപ്പലുകളും ഉടൻ തന്നെ യു-ടേൺ എടുത്ത് പ്രദേശത്ത് നിന്ന് പിൻവാങ്ങി. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഉടൻ തന്നെ ഇറാനിയൻ അംബാസഡറായ മുഹമ്മദ് ഫത്താലിയെ വിളിച്ചു വരുത്തി ശക്തമായ പ്രതിഷേധം ഇതിൽ രേഖപ്പെടുത്തി. വ്യാപാര കപ്പലുകളുടെയും നാവികരുടെയും സുരക്ഷയിൽ ഇന്ത്യയുടെ ആശങ്ക വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി അറിയിച്ചു. ഇത്തരം ആക്രമണങ്ങൾ ടോട്ടലി അൺഅക്സെപ്റ്റബിൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ പ്രത്യേക സംഭവം എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നുള്ളതിൽ വ്യക്തത ഇന്ത്യ ഇറാനോട് തേടുന്നു. ഇതിന് കാരണം മുൻപ് ഇന്ത്യയുടെ കപ്പലുകൾ വളരെ സുരക്ഷിതമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ പെട്ടെന്ന് ഇത്തരത്തിൽ ഇന്ത്യൻ കപ്പലുകളെ ആക്രമിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുന്നു. തങ്ങളുടെ തുറമുഖങ്ങളിൽ US നാവിക ഉപരോധം തുടരുന്നത് ചൂണ്ടിക്കാട്ടി യാണ് ഇപ്പോൾ ഇറാൻ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചിരിക്കുന്നത്. കടലിടുക്ക് കടക്കാൻ ശ്രമിക്കുന്ന ഏതൊരു കപ്പലിനെയും ലക്ഷ്യം വയ്ക്കുമെന്ന് ഇറാൻ നാവികസേന മുന്നറിയിപ്പ് നൽകുന്നു. ഇറാനുമായിട്ട് വളരെ നല്ല കോൺവെർസേഷനാണ് നടക്കുന്നതെന്നാണ് പ്രസിഡന്റ് ട്രംപ് പറയുന്നത്. സമാധാന കരാർ വളരെ വിദൂരമാണെന്നാണ് ഇറാൻ്റെ ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്റർ പറയുന്നത്. ട്വീറ്റുകൾ വഴിയും ഇറാനും US-ഉമായിട്ടുള്ള വാർ നടക്കുന്നു. ഒരു ട്വീറ്റിൽ ഇവർ ഒരു ഇഡിയറ്റെന്ന് ട്രംപിനെ ഉദ്ദേശിച്ചാണ് ഇറാനെ പറയുന്നത്. എന്നാൽ അവർ അമേരിക്കൻ സൈഡിൽ നിന്നും അവർ സ്വന്തം വിദേശകാര്യമന്ത്രി അതായത് അബ്ബാസ് അറാക്ചിയാണ് ഇഡിയറ്റെന്ന് വിളിച്ചതെന്ന് പറയുന്നു. പക്ഷേ പിന്നെയും ഇറാൻ ട്വീറ്റ് ചെയ്ത് നിങ്ങളുടെ പ്രസിഡൻറ്റിനെയാണ് എന്ന് പറഞ്ഞ് തിരുത്തുന്നു. ഇത്തരത്തിലുള്ള ഡിജിറ്റൽ വാറും നടക്കുന്നുണ്ട്. ദക്ഷിണ ലെബനനിലുണ്ടായ ആക്രമണത്തിൽ യൂണിഫിൽ സമാധാന സേനാംഗമായ ഒരു ഫ്രഞ്ച് സൈനികൻ കൊല്ലപ്പെട്ടു. ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ പ്രദേശത്താണ് ഈ ഒരു ആക്രമണം നടന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ സൈനികന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും സമാധാന സേനാംഗങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. വെടിനിർത്തൽ നിലനിൽക്കെ തന്നെ ശനിയാഴ്ച ഗന്തൂറിയ ഗ്രാമത്തിലുണ്ടായ വെടിവെപ്പിൽ ഫ്ലോറിയൻ മോണ്ടോറിയോ എന്ന ഫ്രഞ്ച് യൂണിഫിൽ സൈനികനാണ് കൊല്ലപ്പെട്ടത്. ഈ ആക്രമണത്തിന് പിന്നിൽ ഹിസ്ബുള്ളയാണെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആരോപിച്ചു. എന്നാൽ ഹിസ്ബുള്ള ഈ ആരോപണം നിഷേധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലെബനനിലെ UN സമാധാന സേനയ്ക്ക് നേരെ നിരന്തരമായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നതിൽ അന്താരാഷ്ട്ര സമൂഹം വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. 10 ദിവസത്തെ വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും ഇസ്രയേൽ സൈന്യം ദക്ഷിണ ലെബനനിൽ യെല്ലോ ലൈൻ എന്ന പേരിൽ ഒരു പുതിയ ബഫർ സോൺ സ്ഥാപിച്ചു. ഇസ്രയേൽ സൈനികർ നിലയുറപ്പിച്ചിരിക്കുന്ന പ്രദേശങ്ങളെ കൂടുതൽ സുരക്ഷിതമാക്കാനും ഹിസ്ബുള്ളയുടെ സാന്നിധ്യം തടയാനുമാണ് ഈ ഒരു പ്രത്യേക മേഖല പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ രേഖയ്ക്ക് തെക്ക് വശത്തുള്ള ഏകദേശം 55 ഗ്രാമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുപോയ താമസക്കാർക്ക് തിരികെ വരാൻ അനുമതിയില്ല. ആരെങ്കിലും ഈ ഒരു രേഖ ലംഘിച്ചാൽ അവർക്ക് നേരെ വെടിവെക്കാൻ സൈന്യത്തിന് അനുമതിയുണ്ട്. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ 6 പേരെ വെടിവെച്ച് കൊല്ലുകയും നിരവധി പേരെ ബന്ദികളാക്കുകയും ചെയ്ത തോക്കുധാരിയെ പോലീസ് വെടിവെച്ചു കൊന്നു. കീവിൽ തിരക്കേറിയ ഒരിടത്താണ് അക്രമി വെടിവെപ്പ് നടത്തിയത്. 6 പേർ സംഭവ സ്ഥലത്ത് തന്നെ കൊല്ലപ്പെട്ടു. വെടിവെപ്പിന് ശേഷം അക്രമി കുറച്ചുപേരെ ബന്ദികളാക്കി തടഞ്ഞുവെച്ചു. സ്ഥലത്തെത്തിയ പ്രത്യേക പോലീസ് സേന നടത്തിയ പ്രത്യാക്രമണത്തിലാണ് അക്രമി കൊല്ലപ്പെട്ടത്. US അപ്പീൽ കോടതിയുടെ ഇന്നത്തെ വിധി പ്രകാരം വൈറ്റ് ഹൗസ് ബോൾറൂമിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണതോതിൽ പുനരാരംഭിക്കാം. ഇതുമായി ബന്ധപ്പെട്ട നിയമപരമായ തർക്കങ്ങളും വെല്ലുവിളികളും കോടതിയിൽ തുടരുമ്പോഴും നിർമ്മാണത്തിന് തടസ്സമില്ലെന്നാണ് കോടതി വ്യക്തമാക്കിയത്.
നിയമ നടപടികൾ അവസാനിക്കുന്നതുവരെ നിർമ്മാണം നിർത്തിവെക്കണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചില്ല. വൈറ്റ് ഹൌസിലെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ ചില പരിസ്ഥിതി സംഘടനകളും പൈതൃക സംരക്ഷണ പ്രവർത്തകരും രംഗത്തെത്തിയിരുന്നു. കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കെ തന്നെ നിർമ്മാണവുമായി മുന്നോട്ടു പോകാൻ ഭരണകൂടത്തിന് അനുമതി നൽകിയിരിക്കുകയാണ്. ഇന്ത്യയിലുടനീളം ദശലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് അക്ഷയ തൃതീയ ആഘോഷിക്കുന്നു. സ്വർണ്ണവില റെക്കോർഡ് ഉയരത്തിൽ നിൽക്കുകയാണെങ്കിലും ജ്വല്ലറികളിൽ വൻ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിലപിടിപ്പുള്ള ലോഹങ്ങൾ വാങ്ങുന്നതിനും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും ഏറ്റവും ഉത്തമമായ ദിവസമായാണ് അക്ഷയ തൃതീയ കണക്കാക്കപ്പെടുന്നത്. സ്വർണ്ണവില വർദ്ധിച്ചിട്ടും ഈ ദിവസം സ്വർണം വാങ്ങുന്നത് ഐശ്വര്യം കൊണ്ടുവരുമെന്ന വിശ്വാസത്താൽ വിപണിയിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്.